ഫ്രഞ്ച് പ്രസിഡൻ്റായിട്ടുള്ള ഇമ്മാനുവൽ മാക്രോണിനെതിരെ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി തിരഞ്ഞിരിക്കുകയാണ്. സംഭവം എന്തെന്നാൽ മാക്രോൺ ലെബനനിൽ സീസ് ഫയർ ആവശ്യപ്പെട്ടു. ലെബനനിൽ സമാധാനം കൊണ്ടുവരണം എന്നും പുള്ളി ആവശ്യപ്പെട്ടു. പക്ഷേ ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേലിലേക്ക് ഫ്രഞ്ച് കമ്പനികൾക്ക് ഇനി വെപ്പൺസോ കാര്യങ്ങളോ അയക്കാൻ പറ്റില്ല. അവിടെ ബാൻ ചെയ്തിരിക്കുകയാണ്. ഇതൂടെ ആയപ്പോഴത്തേക്കും നെതന്യാഹു സാധാരണ വല്ല പ്രസ് റിലീസോ വല്ല ട്വീറ്റോ അങ്ങനെ വല്ലതൊക്കെ വരാനുള്ളതിന് പകരം ഇത് പുള്ളി വീഡിയോയിൽ വന്ന് ഡയറക്റ്റായിട്ട് സംസാരിക്കുകയാണ്. ഫ്രാൻസിൻ്റെ ഈ ഒരു നടപടി ശരിയായില്ല എന്ന രീതിയിൽ തന്നെ അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്, ഞങ്ങളൊരു വാറിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്, ആ വാറ് ആര് കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ ജയിച്ചിരിക്കും എന്ന രീതിയിലാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു അഭിപ്രായപ്പെട്ടത്. അത് കഴിഞ്ഞ് ഈ സംഭവം കടന്നു കഴിഞ്ഞിട്ട് ഫ്രാൻസിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായി. ഇസ്രായേലും ഞങ്ങൾ നല്ല ഗുഡ് ഫ്രണ്ട്സാണ്, ഒരു കുഴപ്പമില്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഫ്രാൻസിൻ്റെ ഈ ഒരു നടപടി ഇസ്രായേലിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്, ഈ ഫ്രാൻസിന് ഇവിടെ കുറേ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ഈ ലെബനനിൽ. ഈ ലെബനനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ സമാധാനം മറ്റേത് മറിച്ചത് എന്നൊക്കെ പറയുന്നത്. എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ ന്യൂസായിരുന്നു, അതങ്ങ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. നമസ്കാരം.